മലയിടം തുരുത്ത കുടിയൊഴിപ്പിക്കലിൽ പ്രദേശവാസികളുമായി മന്ത്രി റോജി എം ജോൺ ചർച്ച നടത്തും. എറണാകുളം കളക്ടറേറ്റ് ഇന്ന് രാത്രി 8 മണിക്കാണ് ഈ യോഗം. ജില്ലാ കളക്ടറും MLAയും ഈ യോഗത്തിൽ പങ്കെടുക്കും. സജോ ദേവസ്യ ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ നമുക്കൊപ്പം ചേരുകയാണ്. സജോ, വിഷയത്തിൽ ഇടപെടാൻ റോജി എം ജോണിനെ സർക്കാർ ചുമതലപ്പെടുത്തിയിരുന്നു. 8 ദളിത് കുടുംബങ്ങളാണ് കുടിയൊഴിപ്പിക്കൽ ഭീഷണി നേരിടുന്നത്. രാഷ്ട്രീയപരമായും നിയമപരമായും പരിഹാരം കാണേണ്ട ഒരു വിഷയമാണ്. വളരെ പ്രധാനപ്പെട്ട യോഗമാണ് നടക്കുന്നത്. ആരൊക്കെ പങ്കെടുക്കും, എന്തൊക്കെ കാര്യങ്ങൾ ചർച്ചയാവും? ഷിഹാസ്, നിർണായകമായ നീക്കമാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതായത് ഇതിന്റെ സവിശേഷത 8 ദളിത് കുടുംബങ്ങൾ കുടിയൊഴിപ്പിക്കൽ ഭീഷണി നേരിടുന്നു. അവർക്കെതിരാണ് കോടതി വിധികളെല്ലാം. വലിയ ജനകീയ സമരമായി അത് വളരുകയും ചെയ്യുന്നു. സംസ്ഥാനത്ത് തന്നെ ശ്രദ്ധേയമായൊരു പോരാട്ടമായി ഇത് മാറുന്നുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം 10 വർഷത്തിന് ശേഷം അധികാരം നഷ്ടപ്പെട്ട CPIM പ്രതിപക്ഷം എന്ന നിലയിൽ ആദ്യമായി ഏറ്റെടുക്കുന്ന വലിയ രാഷ്ട്രീയ സമരമായി ഇതിനകം തന്നെ അത് മാറിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അവിടെ വലിയ പോലീസ് അതിക്രമം ഉണ്ടായി. അതിനെ ചൊല്ലി വലിയ രാഷ്ട്രീയ തർക്കങ്ങൾ, ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ നടക്കുകയും ചെയ്യുന്നുണ്ട്. അടുത്ത ദിവസം, അതായത് നാളെ, അവിടെ പോലീസ് നടപടി ഉണ്ടായേക്കും. കാരണം അവിടെ ഒഴിപ്പിക്കൽ എന്ന അന്ത്യശാസനം പെരുമ്പാവൂർ മുനിസിഫ് കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഈ ഘട്ടത്തിലാണ് സർക്കാർ ഇടപെടൽ വന്നത്. സർക്കാർ അവിടെ മന്ത്രി റോജി എം ജോണിനെ ഈ ചർച്ചകൾക്ക്, അതായത് ഈ വിഷയത്തിൽ ഇടപെടാൻ ചുമതലപ്പെടുത്തിയിരുന്നു. അതിന്റെ ഭാഗമായി ആദ്യഘട്ടത്തിൽ പ്രദേശവാസികളുമായ ഒരു പ്രാഥമിക കൂടിയാലോചന നടത്തുക എന്നതാണ് ആദ്യത്തെ പോംവഴി. പിന്നീട് കോടതിയിൽ വിധി നടത്തിപ്പിന് സാവകാശം തേടുക എന്നതാണ് രണ്ടാമത്തെ മാർഗം. അതിന്റെ ഭാഗമായി ഇന്ന് എറണാകുളം കളക്ടറേറ്റിൽ ഒരു പ്രത്യേക യോഗം വിളിച്ചു ചേർക്കുകയാണ്. അതായത് പ്രദേശവാസികളുടെ പ്രതിനിധികളെ ഈ യോഗത്തിലേക്ക് ജില്ലാ കളക്ടർ ക്ഷണിച്ചിട്ടുണ്ട്. മന്ത്രി റോജി എം ജോൺ പങ്കെടുക്കും. അതോടൊപ്പം തന്നെ സ്ഥലം MLA, കുന്നത്തനാട് MLA VP സജീന്ദ്രനും പങ്കെടുക്കും. അതായത് കളക്ടർ, അതോടൊപ്പം മറ്റ് ഉദ്യോഗസ്ഥർ, റവന്യൂ ഉദ്യോഗസ്ഥർ, MLA, മന്ത്രി എന്നിങ്ങനെയാണ്. ഒപ്പം പ്രദേശവാസികളും പങ്കെടുക്കുന്ന നിലയ്ക്കാണ് ക്രമീകരിച്ചിരിക്കുന്നത്. മന്ത്രിയുടെ സൗകര്യം അനുസരിച്ച് അദ്ദേഹം എറണാകുളത്തേക്ക് എത്തുന്ന സമയമനുസരിച്ച് 8 മണി, രാത്രി 8 മണിക്കാണ് എറണാകുളം കളക്ടറേറ്റിൽ ഈ യോഗം നിശ്ചയിച്ചിരിക്കുന്നത്. പ്രദേശവാസികളും പങ്കെടുക്കും എന്നാണ് മനസ്സിലാക്കുന്ന ഒരു കാര്യം. അവരുമായി കൂടിയാലോചന നടത്തുക, പ്രാഥമികമായി അവരോടൊപ്പം ഉണ്ട് എന്ന സന്ദേശം നൽകുക സർക്കാരിന്റെ ഒരു ബാധ്യതയായി മാറിയിട്ടുണ്ട്. കാരണം സർക്കാർ അധികാരം ഏറ്റെടുത്ത് ഏതാണ്ട് ഒരു 48 മണിക്കൂർ പിന്നിടുന്ന വേളയിലാണ് അവിടെ പോലീസ് നടപടി അടക്കം ഉണ്ടായത്. പക്ഷേ നിയമപരമായി വലിയ സങ്കീർണതയുണ്ട്. കാരണം സർക്കാരിന് അങ്ങനെ വേഗത്തിൽ ഇടപെടാൻ കഴിയില്ല. സുപ്രീം കോടതി വിധി അടക്കം അവിടുത്തെ ആളുകൾക്ക് എതിരാണ്. അതൊരു സിവിൽ കേസായിരുന്നു. ആദ്യഘട്ടത്തിൽ സർക്കാരിന് റോൾ ഉണ്ടായിരുന്നില്ല. അതിനിടെ അതൊരു രാഷ്ട്രീയ വിഷയമായി കൂടി മാറിയതോടുകൂടി ഈ വിഷയത്തിൽ പ്രശ്നപരിഹാരത്തിന്, അതായത് ഒരു സൊല്യൂഷൻ കണ്ടെത്തുക എന്നത് വളരെ പ്രധാനമാണ്. അതിനാദ്യം വേണ്ടത് അവിടെ ഒരു സാവകാശം ലഭ്യമാകുമോ എന്ന ഒരു ശ്രമം നടത്തി നോക്കുകയാണ് പ്രധാനമായും വേണ്ടത്. അതിനുവേണ്ടിയുള്ള പരിശ്രമമാണ്. അതിനാദ്യം പ്രദേശവാസികളെ വിശ്വാസത്തിലെടുക്കുക എന്താണ് സർക്കാരിനെ സംബന്ധിച്ച് സാധ്യമായ ഒരു പോംവഴി. അതിന്റെ കൂടി ഭാഗമായാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വളരെ വേഗത്തിലുള്ള ഒരു ഇടപെടൽ. കാരണം നാളെ നടപടിയിലേക്ക് പോകും. നാളെ രാവിലെ തന്നെ വേണമെങ്കിൽ സർക്കാരിന് മുനിസിഫ് കോടതിയിൽ ഒരു അപേക്ഷ നൽകാവുന്നതാണ്. അതായത് സാവകാശം ആവശ്യപ്പെട്ടുള്ള നീക്കം നടത്താം. അതോടൊപ്പമുള്ള മറ്റ് ഇടപെടലുകളിലേക്ക് മറ്റെന്തൊക്കെ കാര്യങ്ങൾ അവിടെ വളരെ വേഗത്തിൽ ചെയ്യാൻ കഴിയും, അതായത് പെട്ടെന്നുള്ള വിധി നടത്തിപ്പിന് ഒരു സാവകാശം എങ്ങനെ ലഭ്യമാകും എന്നടക്കമുള്ള കാര്യങ്ങൾ വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. അതിന് ഇങ്ങനെ ഒരു ആലോചനയിലേക്ക് പോകുന്നു എന്നാണ് പ്രധാനം. വളരെ വേഗത്തിലുള്ള ഒരു ഇടപെടൽ വേണം എന്ന നിർദ്ദേശം ഇതിനകം സർക്കാർ തലത്തിൽ ഉണ്ടായിട്ടുണ്ട്. നേരത്തെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയടക്കം ഈ വിഷയത്തിൽ ഇടപെടുകയും ആ കാര്യത്തിൽ പോലീസ് നടപടിയുടെ കാര്യത്തിൽ ഉൾപ്പെടെ. പക്ഷെ അതിനും അപ്പുറത്തേക്ക് കോടതിയുടെ അന്ത്യശാസനം നിൽക്കുന്നുണ്ട് എന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഏതാണ്ട് 5.5 പതിറ്റാണ്ട് കാലമായി തുടരുന്ന ഒരു നിയമ പോരാട്ടമാണ്. സിവിൽ കേസാണ്. അവിടുത്തെ ഒരു സ്വകാര്യ വ്യക്തിയും ഇവിടെയുള്ള ഈ ദളിത് കുടുംബങ്ങളെ പ്രതിനിധീകരിച്ചിരുന്ന ഒരു വ്യക്തിയും ആണ് അതിൽ കക്ഷികളായി ഉണ്ടായിരുന്നത്. അവർ നടത്തിയ നിയമ പോരാട്ടത്തിൽ പക്ഷേ ഒടുവിൽ ആ മനുഷ്യർ തോറ്റുപോവുകയാണ് ചെയ്തത്. പക്ഷേ അത്രയും മനുഷ്യരെ കുടിയൊഴിപ്പിച്ച് പുറത്തേക്ക് ഇറക്കുക അങ്ങനെ എന്ന് വരുമ്പോൾ സ്വാഭാവികമായും UDF സർക്കാർ നേരിടുന്ന ആദ്യത്തെ ഒരു രാഷ്ട്രീയ ജനകീയ വിഷയം എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. സ്വാഭാവികമായും അത് ഈ സർക്കാരിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ വിഷയത്തെ എങ്ങനെ നേരിടുന്നു എന്നത് നിയമപരമായി വലിയ പ്രതിസന്ധിയുണ്ട്. സർക്കാരിന് അത്ര എളുപ്പത്തിൽ പ്രശ്നം പരിഹരിക്കുകയൊന്നും സാധ്യമല്ല. കാരണം അതൊരു കോടതി ഉത്തരവ് നിലനിൽക്കുന്ന, ഇനിയിപ്പോൾ സുപ്രീം കോടതിയുടെ ഉത്തരവ് വരെ വന്നതാണ്. അതായത് ഇവരുടെ ഹർജി പിന്നീട് സുപ്രീം കോടതി തള്ളിയതാണ്. സ്വാഭാവികമായും അതിൽ ഇനി ചെയ്യാൻ കഴിയുക ഒരു സാവകാശം ലഭ്യമാകുന്നതിനുള്ള ഒരു നീക്കം നടത്തുക എന്നതാണ്. അങ്ങനെ സാങ്കേതികമായി കൂടി ഈ പ്രശ്നത്തെ സമീപിക്കേണ്ടതുണ്ട്. ഒരു ഭരണപരമായ ഒരു തീരുമാനത്തിലൂടെ മാത്രം ഒരു പരിഹാരം വളരെ വേഗത്തിൽ ഉണ്ടാക്കാൻ കഴിയില്ല എന്ന പ്രശ്നം അവിടെ നിൽക്കുന്നുണ്ട്. 2.65 ഏക്കർ ഭൂമി ഈ സ്വകാര്യ വ്യക്തിയുടേതാണ് എന്നാണ് ഉത്തരവ്. അപ്പോൾ അവിടെ താമസിക്കുന്ന 8 ദളിത് കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കുക 14 തവണ, മൊത്തം 15 തവണ അവിടെ അഭിഭാഷക കമ്മീഷൻ കുടിയൊഴിപ്പിക്കലിനായി എത്തിയതുമാണ്. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയമായി തന്നെ പ്രതിപക്ഷം ഏറ്റെടുക്കുന്നു, CPM ഏറ്റെടുക്കുന്നു. ഇങ്ങനെ ഒരു പ്രശ്നം നിൽക്കുന്നതുകൊണ്ട് തന്നെ വളരെ വേഗത്തിലുള്ള ഒരു ഇടപെടലിലേക്ക് സർക്കാർ പോകുന്നു. രാത്രി 8 മണിക്ക് ചർച്ച നടക്കും. അതിലുണ്ടാകുന്ന ഒരു പ്രാഥമിക ധാരണ അനുസരിച്ചുള്ള ആദ്യ നടപടിയിലേക്ക് സർക്കാർ കടക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ശരി സജോ, അപ്പോൾ എന്താണെങ്കിലും ജീവിക്കാനാണെങ്കിലും മരിക്കാനാണെങ്കിലും അത് ഈ മണ്ണിൽ കിടന്ന് എന്ന് ആ കുടുംബങ്ങൾ ആവർത്തിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ചർച്ച നടക്കട്ടെ, പരിഹാരം ഉണ്ടാവട്ടെ.